പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സാന്ദ്ര തോമസിനെതിരെ നടൻ വിജയ് ബാബു ഫ്രൈഡേ ഫിലിം പ്രൊഡക്ഷൻസിന്റെ പേരിൽ മത്സരിക്കണമെന്ന് സാന്ദ്ര വാശി പിടിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്നും സ്വന്തം സ്ഥാപനത്തെ പ്രതിനിധീകരിച്ച് വേണം സംഘടനാ തലപ്പത്തേക്ക് മത്സരിക്കാനെന്നുമാണ് വിജയ് ബാബുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. എന്നാൽ വിജയ് ബാബുവിന്റെ സർട്ടിഫിക്കറ്റ് അല്ല സംഘടനയുടെ ബൈലോ എന്ന് സാന്ദ്ര തോമസ് ഫേസ്ബുക്കിൽ മറുപടി നൽകി. YS അഭിനന്ദ് ചേരുന്നു കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. അഭി, കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ ഈ നിലവിലെ സംഘടനാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഇതിനകത്തെ പ്രശ്നം, അതിൽ വ്യക്തിപരമായ ചില അഭിപ്രായ ഭിന്നതകളും തർക്കങ്ങളും ഒക്കെ ഉണ്ട്. അത് ലിസിൻ സ്റ്റീഫൻ ആണെങ്കിലും സാന്ദ്ര തോമസ് ആണെങ്കിലും ഏറ്റവും ഒടുവിൽ വിജയ് ബാബു ആണെങ്കിലും ഉണ്ട് എന്ന് വെളിപ്പെടുകയാണ്. ഓരോ പക്ഷം പിടിച്ച അഭിപ്രായങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരികയാണ്. എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? നേരത്തെ ഉണ്ടായ തർക്കങ്ങളും അഭിപ്രായ ഭിന്നതകളും അത് മറ്റൊരു രീതിയിൽ ഈ സമയത്ത് ഒരു കൃത്യമായൊരു അവസരം കിട്ടിയപ്പോൾ പറയുകയാണോ? നിർമ്മാതാക്കളുടെ സംഘടന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് 14 നടക്കാനിരിക്കെയാണ് ഇപ്പോൾ വാദപ്രതിവാദങ്ങൾ രൂക്ഷമാകുന്നത്. ഇന്നലെ അത് സാന്ദ്രയും ലിസ്റ്റിനും തമ്മിലാണ് തർക്കമെങ്കിൽ ഇന്നത് സാന്ദ്രയും വിജയ് ബാബുവും തമ്മിലുള്ള തർക്കത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. സംഘടനാ ബൈലോ പ്രകാരം സാന്ദ്ര തോമസ് 2 ചിത്രങ്ങൾ മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നാമനിർദ്ദേശ പത്രിക തള്ളുന്നതെന്നായിരുന്നു വരണാധികാരി വ്യക്തമാക്കിയത്. പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ സാന്ദ്ര തോമസ് പറഞ്ഞിരുന്നു തന്റെ പേരിൽ 9 സിനിമകളുടെ സെൻസർഷിപ്പ് ക്രെഡിറ്റ് അവകാശമുണ്ട്. അത് 7 സിനിമകൾ അത് ഫ്രൈഡേ ഫിലിം പ്രൊഡക്ഷൻസിന്റെ ബാനറിലും 2 സിനിമകൾ അത് സ്വന്തം ഫിലിം പ്രൊഡക്ഷൻസ് ആയിട്ടുള്ള സാന്ദ്ര തോമസിന്റെ ബാനറിലുമായിരുന്നു നിർമ്മിച്ചത്. അങ്ങനെ ഒരാൾ 3 അതിലധികമോ ചിത്രങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്നായിരുന്നു ബൈലോയിൽ താൻ വായിച്ചതെന്നായിരുന്നു സാന്ദ്ര തോമസ് വ്യക്തമാക്കിയത്. എന്നാൽ ഫ്രൈഡേ ഫിലിം പ്രൊഡക്ഷൻസിന് നേരത്തെ മാനേജിംഗ് പാർട്ണറും ഒപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന വിജയ് ബാബുവാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയത്. വിജയ് ബാബു പറയുന്നത് ഇപ്രകാരമാണ്: 2016 വരെ മാത്രമാണ് ഫ്രൈഡേ ഫിലിം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സാന്ദ്ര തോമസ് ഉണ്ടായിരുന്നത്. മാനേജിംഗ് പാർട്ണറും സെൻസർഷിപ്പ് ക്രെഡിറ്റ് അവകാശവും പിന്നീട് ഒരു തരത്തിലും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഫ്രൈഡേ ഫിലിം പ്രൊഡക്ഷൻസുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നും വിജയ് ബാബു പറയുന്നു. അതുകൊണ്ട് സംഘടനാ ബൈലോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണ്, അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. എന്തായാലും എന്ത് അടിസ്ഥാനത്തിലാണ് സ്വന്തം ഫിലിം പ്രൊഡക്ഷൻസിന്റെ കാര്യം ഉന്നയിക്കാതെ ഫ്രൈഡേയുടെ കാര്യത്തിൽ ഇപ്പോഴും തൂങ്ങി നിൽക്കുന്നതെന്നും വിജയ് ബാബു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. എന്തായാലും കോടതി വഴി ആ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നും വിജയ് ബാബു പറഞ്ഞു. തൊട്ട് പിന്നാലെ തന്നെ മറുപടിയുമായി സാന്ദ്ര തോമസ് രംഗത്തിരിക്കുകയാണ്. ഫ്രൈഡേ ഫിലിം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ താൻ സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ടെന്ന് ഫേസ്ബുക്കിലൂടെ തന്നെ വിജയ് ബാബു വ്യക്തമാക്കി. ഇതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും തനിക്ക് പറയാനില്ല. പക്ഷേ എന്തിനോ ആർക്കോ വേണ്ടി ചെയ്യുന്ന വിജയ് ബാബു സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ സമൂഹത്തിൽ അപഹാസ്യനാകാൻ സാധ്യതയുണ്ടെന്നും സാന്ദ്ര തോമസ് പറയുന്നു. അങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും ഓരോരുത്തരും തമ്മിലുള്ള തർക്കം അത് രൂക്ഷമാകുമ്പോൾ ഇന്നത് സാന്ദ്ര തോമസും വിജയ് ബാബുവും തമ്മിലുള്ള തർക്കത്തിലേക്ക് നീങ്ങുന്നുവെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. YS അഭിനന്ദാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.